പണിക്ക് പോകാൻ പറ്റുന്നില്ലേ? അതെ. അത്താണിയിൽ വന്നിട്ട് ആരോടെങ്കിലും ചോദിക്കുക ആ മോഡലൊക്കെ നിർമ്മിക്കുന്ന ഷിജിയുടെ വീട് ഏതാണ്. ചേട്ടാ ഹായ്താ. വീട്ടിലേക്ക് പോവുക നമ്മുടെ ആർട്ട് വർക്കൊക്കെ ഒന്ന് കാണാം. അതെ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഷിജി ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്ന് വളരെ ഹാപ്പിയാണ് ഞാൻ ഷിജി ചേട്ടനെ കാണാൻ കഴിഞ്ഞതിൽ. കാരണം ഷിജി ചേട്ടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ഒരു എന്താ പറയുക, ഒരു കഴിവെന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വർക്കിന് പോകുന്ന വഴിയിൽ യാദൃശ്ചികമായിട്ടാണ് ഷിജി ചേട്ടനെ കണ്ടതും ഷിജി ചേട്ടനോട് സംസാരിച്ചതും. എന്നിട്ട് ഞാൻ ഷിജി ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പറയണ്ടായിരുന്നു ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു ശബരിമലയാണ് എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പോൾ ഞാൻ ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്ത് ചേട്ടൻ നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വാന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയതാണ് കേട്ടോ ചേട്ടൻ്റെ വീട്ടിലേക്ക്. കാര്യം നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ കാര്യങ്ങളെങ്കിലും നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബും ആ ഒരു സന്തോഷം ഒരു അത്ഭുത ലോകം തന്നെയായിരുന്നു ചേട്ടൻ്റെ വീട്ടിൽ നമുക്കന്ന് അവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം മൊത്തം ഓരോ വർക്കുകൾ ചെയ്തിട്ട് ചേട്ടൻ ഓരോന്ന് വെച്ചിരിക്കുന്ന കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ തന്നെ. ചെയ്ത് കഴിയുമ്പോ ഡിസംബർ 25 മുമ്പ് കൊടുക്കണം. ഓർഡർ ആണോ ഇത്? ആ ഓർഡർ വർക്കാണ്. അതിന്റെ ലൈറ്റ് കാര്യങ്ങൾ സെറ്റിങ്സ് ഒക്കെ വരും. അതൊക്കെ ചെയ്യാം. പണിയുണ്ട് കുറെ അല്ലേ ഇനി? മറ്റേ ഉണ്ടോ? ഓ ഓ ഓ. ഇത് സാധാരണ നിർമ്മിച്ച താഴ്മകളല്ല, ഞാൻ എന്റെ ഓർമ്മക്കായിട്ട് നിർമ്മിച്ച കാർട്ടൺ ബോക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച താഴ്മകളാണ്. ഇത് ചെയ്തിട്ടാണോ? നമ്മൾ നോർമലി ഒരു മിനിയേച്ചർ വർക്ക് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര വണ്ടറായിരിക്കും. അതേ മിനിയേച്ചേഴ്സ് വളരെ ഗംഭീരമായിട്ട് വിറയാർന്ന ഈ കൈകളുകൊണ്ട് ഈ ചേട്ടൻ ചെയ്യുന്ന ആ ഒരു കലയുടെ ഒരു മായാലോകം തന്നെയായിരുന്നു നമുക്ക് ആ വീട്ടിൽ കാണാൻ കഴിഞ്ഞത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. യുദ്ധക്കപ്പല് വരെ ഉണ്ടായി, അതൊക്കെ അമ്മ കൊടുത്തു. കമ്പനി ഇറക്കാത്ത സാധനമൊക്കെ ഇരിക്കുന്നത്. ഇതെല്ലാം കാർബണാണോ? ആ അല്ല, ഇതൊരു ടിപ്പറിന്റെ ക്യാബിന് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ട, ഇത് ഹെലികോപ്റ്ററാണ്, വലിയ ഹെലികോപ്റ്റർ. ഇത് കൊടുക്കാനുണ്ട്. ആണോ? ആൾക്കാർ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത്? സാധനം വേണമെങ്കിൽ ഇപ്പൊ ജസ്റ്റ് കാശിന് ആവശ്യമാണ്. ഇത് 5 രൂപ ഇതൊക്കെ 200-500 ഈ കാര്യം. ഒരുപാട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഒരുപാട്. ഒരെണ്ണം ഇവിടുത്തെ ക്രിസ്ത്യൻ പേജിൽ നിന്ന്, ഒരെണ്ണം ഞങ്ങളുടെ വാർഡ് തലത്തിൽ, ഒരെണ്ണം ഇവിടെ കളമശ്ശേരിയിൽ നിന്നും ഞങ്ങളുടെ ഒരു സമുദായത്തിന്റെ അതിങ്ങനെ ഇതാ പൊക്കത്ത് നോക്കി ജംഗിൾ പാളേഴ്സ് കണ്ട. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കാട്ടിലൊക്കെ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ട വീട് ഓരോന്നും അതിന്റെ മുൻഭാഗത്ത് കൂടിയാണ് കേറുന്നത് വണ്ടി. ടോപ്പിലൊക്കെ ഇരുന്ന് നമുക്ക് ബാൽക്കണിയിൽ ഇരുന്ന് അതിന്റെ ടോപ്പൊക്കെ തിരിക്കാം, ഈ തണല് കിട്ടാൻ വേണ്ടി. വെയിലടിക്കാതിരിക്കാനുള്ളതിലും ടോപ്പൊക്കെ നമുക്ക് തിരിച്ചു വെക്കാം. ശബരിമല വേറെ ഒരെണ്ണം നിർമ്മിക്കും, അതിലും വലുത്. അതിലും വലിയ ശബരിമല വലുത്. ഇതാ ഉണ്ടാക്കിയപ്പോ
എന്റെ ആള് പറഞ്ഞ് ഇത്രയും വലിപ്പം വേണോ, കുറച്ചും കൂടി ചെറുത് വേണം. ചെറുത് വേണോ? കാരണം വലിപ്പം വെക്കാൻ അവിടെ വിൽക്കാനും സ്ഥലമുണ്ടാവില്ല. കൊള്ളാല്ലേ, അടിപൊളി. ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ വന്ന് സെയിൽ ചെയ്യാല്ലേ? ആ, ഇത് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റില്ല. പറ്റൂല. 10 ദിവസം കൊണ്ട് കാർഡ്ബോർഡല്ലേ? ഷോയിനൊക്കെ വെക്കാൻ. 10 ദിവസം കൊണ്ട് കുട്ടികൾ പൊളിച്ചു കളയും. അതെ അതെ. പിന്നെ ഇതിൽ വെള്ളം വീഴാനും പാടില്ല. വെള്ളം വീണാൽ ഇതായി. ഇനിയിപ്പം ആ ശബരിമലയുടെ അത് എത്ര നാളെടുക്കും അത് ഫിനിഷ്? ഡിസംബർ 22 കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിന്റെ വർക്കിലാണ്. ഇത് നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു മോഡൽ അങ്ങനെ തോന്നി. വേറെയും സൂത്രങ്ങൾ. രണ്ടും കൂടെ മിക്സിങ് ആയിക്കോട്ടെ. ആ വീട്ടിലേക്കുള്ള വഴികളിലൂടെ നടക്കുമ്പോഴും മതിലുകളിലും ചുവരുകളിലും ഒക്കെ ചേട്ടൻ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് ചെന്നപ്പോൾ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഇല്ലാണ്ട് തന്നെ തൻ്റെ വൈകല്യത്തെ മറികടന്ന് ഡബിൾ കോൺഫിഡൻറ്റോടുകൂടി ഭയങ്കര എനർജി ആയിട്ടാണ് നമുക്ക് ചേട്ടൻ ഓരോന്നും അതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഇതിപ്പോൾ ഷിജേട്ടൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ട് എൻ്റെ പേര് എഴുതി തരുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരു മടിയില്ലാണ്ട് വളരെ എനർജറ്റിക് ആയിട്ടാണ് ആളത് ചെയ്യുന്നത്. ഒരു കൈ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ ഒരു കൈ നമുക്ക് ബാലൻസ് കിട്ടില്ല. ഷിജി അത്താണി എന്ന് കാക്കനാട് എവിടെ പോയി ചോദിച്ചാലും ഷിജേൻ്റെ വീട് പറഞ്ഞു തരുമെങ്കിലും ഷിജേട്ടൻ ഒന്നും കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷിജേൻ്റെ അമ്മേനോട് സംസാരിച്ചു. ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു സംസാരം കേട്ടിട്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാനോ അല്ലെങ്കിൽ മിനിയേച്ചറുകൾ വാങ്ങിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഷിജേനെ പോയി കോൺടാക്ട് ചെയ്യാം. ഈ ഒരു യൂട്യൂബിൽ മാത്രം കഴിഞ്ഞു പോകേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നിയില്ല, പലർക്കും തോന്നിയിട്ടില്ല. ഉയരങ്ങളിൽ ഒരുപാട് എത്തട്ടെ. പ്രാർത്ഥിക്കുന്നുണ്ട് ഷിജേണിന് വേണ്ടിയിട്ട് എന്നും എപ്പോഴും. ഈ ടിവിയുടെയോ ഫ്രിഡ്ജിന്റെയോ എന്തെങ്കിലും ബേർക്കോടില്ലേ പെട്ടിയില്ലെങ്കിൽ കൊണ്ടുവരും. അടോ തീർച്ചയായിട്ടും അത് കൊണ്ടുവരരുത്. അതിന്റെ മടക്കിക്കോ മടക്കിക്കോ അതോ അതെ. ഇപ്പൊ ചേട്ടൻ ആരെങ്കിലും ഒക്കെ കാണാൻ വന്നോന്നുണ്ടെങ്കിൽ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? എവിടെയാണ് ചേട്ടന്റെ വീട്? എറണാകുളം ജില്ല കാക്കനാട് വരിക. കാക്കനാട് വന്ന് അവിടുന്ന് 1 കിലോമീറ്റർ കിഴക്കോട്ട് മാറി അത്താണി എന്നൊരു സ്ഥലമുണ്ട്. കാക്കനാട് നിന്ന് 1 കിലോമീറ്റർ കിഴക്കോട്ട് മാറി അത്താണിയിൽ വന്നിട്ട് ആരോടെങ്കിലും ചോദിക്കുക ആ മോഡലൊക്കെ നിർമ്മിക്കുന്ന ഷിജിയുടെ വീട് ഏതാണ്, അല്ലെങ്കിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഷിജിയുടെ വീട് ഏതാണ് എന്ന് അത്താണിയിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും അവർ പറയും. ഇനി അതല്ല, അത്താണിയിൽ വന്നിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചാലും മതി. എൻ്റെ നമ്പർ 97 46 84 88 16. പേര് ഷിജി. ഓക്കെ ഓക്കെ. അമ്മേ, ഇപ്പൊ ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ ചേട്ടൻ ലോട്ടറി ടിക്കറ്റ് വിറ്റാണല്ലേ? വിറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 മാസമായിട്ട് വിറ്റിട്ടില്ല. അപ്പൊ അങ്ങനെ വഴി. പിന്നെ അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ? മൂത്ത മകന്റെ വീടാണ് കാണുന്നത്. അപ്പുറത്തല്ലേ? എനിക്ക് 3 കുട്ടികളാണ്. രണ്ടാമത്തെ കോതമംഗലത്ത. എവിടെയാ? കോതമംഗലം. പെണ്ണ് കെട്ടിയ അവരുടെ വീട് അവിടെയാണ്. അവിടെയാണ്. അവന് 2 കുട്ടികളുണ്ട്. അതെ അല്ലേ? ഇപ്പൊ ഇവിടെ അമ്മയും ചേട്ടനും ആണല്ലേ? പിന്നെ മോന് 2 മക്കള്. ഓക്കെ. മോള് +2 പഠിക്കണ. മോൻ ഡിഗ്രിക്ക് പഠിക്കും. ഓക്കെ ഓക്കെ, ശരി. പണിക്ക് പോകാൻ പറ്റുന്നില്ലെന്നേ. അതെ, കൊറോണ വന്ന് അതൊക്കെ വന്നു കഴിഞ്ഞാൽ പണിക്ക് പോകാനേ പറ്റില്ല. ചേട്ടനിപ്പോ ചെയ്തേക്കണ കാര്യങ്ങളൊക്കെ ആൾക്കാർ വാങ്ങും. പൂത്തി
ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ? അപ്പൊ നമ്മള് അപ്രതീക്ഷിതമായിട്ട് ഒരു വർക്കിന് പോണ സമയത്താണ് നമ്മൾ ഷിജിച്ചേട്ടനെ കണ്ടത്. നമ്മൾ യൂട്യൂബിൽ അത്യാവശ്യം ചേട്ടൻ വൈറലാണല്ലോ. ഈ ചേട്ടന്റെ കഴിവുകൾ കാണാൻ വേണ്ടി ഞാൻ എന്റെ ഫ്രണ്ടുകൾ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ചേട്ടനെ കാണണം, അല്ലെങ്കിൽ ചേട്ടന്റെ വർക്കുകൾ കിട്ടണം, മേടിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളുണ്ടെങ്കിൽ ചേട്ടൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സ്ഥലം എവിടെയാണെന്നൊക്കെ, നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടനെ കാണണം, കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ സ്ഥലത്ത് വരാം കേട്ടോ. ഓക്കെ.